സ്വാഗതം. പപ്പയും മോനിതേ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സ്പെഷ്യൽ ഒരു പരിപാടിയാണ്. അത് നമ്മുടെ ബാബുച്ചേട്ടയുടെ വകയാണ് കേട്ടോ. ചേച്ചിയുണ്ട്, ലിതിമോളുണ്ട്, അതേ അമ്മയുണ്ട്, അന്നക്കുട്ടിയമ്മയുണ്ട്. അപ്പയാണ് പൊളിച്ചോണ്ടിരിക്കുക. അതെ, കുറച്ച് കഴിയുമ്പോ കാണിക്കും. അതെ അതെ. അയ്യോ അല്ല, എന്തൊക്കെയോ ആലോചിച്ച് കിടക്കും കേട്ടോ. അതെ. അപ്പൊ നമ്മൾ സാധാരണ എല്ലും കപ്പ ഉണ്ടാക്കുന്നത് നമ്മൾ നോർമലി ഉണ്ടാക്കി. ഇന്ന് ചേട്ടായി വെറൈറ്റി ആയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചിട്ടില്ല. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയും. അപ്പോൾ സെറ്റപ്പ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പണിയൊക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇവിടെ അമ്മമാർ രണ്ടുപേരും കപ്പ പൊളിക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഷെഫ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി എന്നുള്ള. അതിന് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ആരെടുത്തുന്നാ? എന്തിനാ? എന്നാ ഞാൻ കറിവേപ്പില എടുത്തോണ്ട് വരാം. അപ്പത്തേക്ക് ഇവര് ചേച്ചി ഇഞ്ചി വെളുത്തുള്ളി സവാള എടുത്തിട്ടുണ്ട്. അതായത് ചേച്ചിക്ക് നാണാട്ടോ. നാണൊന്നുമില്ല. ഒരു ഞങ്ങൾ ഇല്ലാലേന്ന് വിളിക്കും. ഞങ്ങൾ ഇല്ലാല കുഞ്ഞാച്ചിന്ന് ഞങ്ങൾ വിളിക്കും. ശരിക്കും പേര് നിൻസിന്ന്. നിൻസി ജോർജ്, നിൻസി ബാബു. നമ്മുടെ ബാബു ചേട്ടയുടെ വൈഫാണ് കേട്ടോ. നമ്മുടെ ഭർത്താവല്ലെന്ന്. പൊണ്ണുണ്ട അമ്മ, പൊണ്ണുണ്ട് അപ്പനും അമ്മയും. അയ്യോ. അപ്പൊ എന്തായാലും ഞാൻ വേഗം പോയിട്ട് കറിവേപ്പില എടുത്തോണ്ട് അപ്പത്തേക്ക് ഒരു പരിപാടിയൊക്കെ ചെയ്ത. ഓക്കെ. അപ്പത്തേക്ക് ലിതിമോള് വേഗം കുളിച്ചിട്ട്. അപ്പൊ അസിസ്റ്റന്റ് ജോലി ലിതിമോൾക്കുള്ളോട്ടെ. ഓക്കെ. അങ്ങനെ ദേ പൊന്നുകുട്ടി ആദ്യം അവിടെ ഇരിക്കും കേട്ടോ. അപ്പൊ അവര് കപ്പ ഉറക്കിലൊക്കെ കപ്പ അരിയലൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കൊച്ചവിടെ കിടക്കുന്നു. അതെ, ഞാൻ ദോശ തിന്നുന്നു. അതെ, ദോശ തിന്നാണ് കേട്ടോ. തൊണ്ട ഇതിന്റെ അകത്തേക്ക് ഇട്ടാ മതി. ഇതിന്റെ അകത്തേക്ക് മലയാളം അസിസ്റ്റൻസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിന്റെ അകത്ത് എന്തൊക്കെ എടുത്തേക്കാം അതൊക്കെ നമ്മൾ കുക്കിനോട് ചോദിക്കുന്നതായിരിക്കും കേട്ടോ, ഷെഫിനോട്. ആ, അപ്പൊ ഞാൻ ആദ്യം പോയപ്പോ അവിടെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നമ്മുടെ അസിസ്റ്റന്റിനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. നമ്മുടെ അല്ല, ഇന്നത്തെ ബാബുച്ചേട്ടന്റെ അസിസ്റ്റന്റ് ആണ് ലിതി അമ്മച്ചി. അപ്പോൾ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് എടുത്തില്ല. അപ്പം നമ്മൾ പോയി ഇപ്പോൾ എടുക്കാൻ പോവാണ്. അപ്പോൾ കറിവേപ്പില മുഖ്യം പികിലെന്ന് പറയുന്ന പോലെ കറികൾക്കൊക്കെ കറിവേപ്പില വേണം, അതിനൊരു ടേസ്റ്റാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കറിവേപ്പില വെറും വേസ്റ്റല്ലേ. പക്ഷെ ഞാൻ കറിവേപ്പില കഴിക്കും. അപ്പോൾ അതെ നമ്മൾ എടുക്കാനായിട്ട് പോകട്ടോ. എന്തൊക്കെയോ ഞാൻ ഇന്ന് പറയുന്നുണ്ട് പൊട്ടന്മാരെ കണക്ക്. എന്താണെന്നുപോലെ എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. കറിവേപ്പില വാങ്ങി നമ്മൾ തിരിച്ചെത്തി. ഇവിടെ ഇറച്ചിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മോഡേൺ എഞ്ച് നമ്മുടെ വാരിയല്ലേ? വാരിയലല്ലേ? ആ. അപ്പൊ നമ്മൾ ഇവിടെ വാരിയല് മേടിക്കുന്നത് ഇറച്ചിയും കൂടെ കൂടിയിട്ടുള്ള കേട്ടോ. അടിപൊളി. ഇറച്ചിയും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പൊ ഇന്ന് നമ്മളെ ചേട്ടായുടെ സ്പെഷ്യലാണ്. ചേട്ടായ തന്നെയാണ് ഇതിന്റെ സ്പോൺസറും കേട്ടോ. അതെ, സ്ഥിരം ഉണ്ടാക്കുന്ന ആളാ ഞാൻ. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നേരെ രാജക്കാട് വീട്ടിലേക്ക് പോയാൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേ. ഇതെന്തൊക്കെയാ ഇടാൻ നേരത്തെ പറയുള്ളൂ? ഓക്കെ. അല്ലാതെ സീക്രട്ട് എന്തോ ഉണ്ട്. ആ പൊള്ളി. അപ്പൊ ഞങ്ങൾ ഇന്ന് കപ്പ ബിരിയാണി കഴിച്ച് മുഴുത്ത പീസുകളായതുകൊണ്ട് ചെറുതാക്കി എടുക്കുക.
കഴിക്കാൻ ഇവിടെ ആരാ കൊഞ്ചിക്കണത്? ഇതാരെയാണ് കൊഞ്ചിക്കണത്? അതെയോ? ഇനി അടുത്തത് ഏതാ? ആ അത് ഏലിക്കുട്ടിയമ്മയുടെ. ഇതാരമ്മോ? ഫാനിലേക്കട്ടെ നോക്കുന്നു. നമ്മുടെ ഫാന് ചേട്ടായി വന്ന് ശരിയാക്കി. ഇത് ആദ്യം ഓളയും കുറച്ചേടാ ആദ്യം ഒരു ഫോണും ഉണ്ട്. രണ്ടുപേരും കൂടെ വഴക്കാട്ടോ. പോവാ. അവക്ക് കിട്ടുന്ന അവസരം അല്ലാതെ ഫോൺ കൊടുക്കലില്ലാത്തതുകൊണ്ട് ഐശ്വര്യമായിട്ട് ദേഷ്ടി കത്തിച്ചു. അല്ല ഇന്റാലിയത്തിന് വെക്കത്തില്ലേ പറക്കാനാണെങ്കി? ഇത് മതിയാ? ലിജി അല്ല ചേട്ടായിയുടെ കൈപ്പണി എന്തിനും കൂടുതലോ കുറവോന്നോ അവളുടെ ഇതിലിരിക്കും. ഒന്നും പാടില്ല, കൈമാറാൻ പാടില്ല. അപ്പൊ അതെന്ത് ചെയ്യാൻ പോവാ? എണ്ണ ഒഴിക്കാട്ടോ. ഇത് എണ്ണ ഒഴിച്ചേട്ടോ. ഇതിപ്പോ ജസ്റ്റ് വറുത്തെടുക്കാൻ വേണ്ടി. അതെ ചേട്ടാ എന്നൊക്കെയാ എടുക്കുന്നതെന്ന് പറയട്ടെ. എന്തൊക്കെയാ ഇതിന്റെ അകത്ത്? സവാള, തക്കാളി, ഏലക്ക, പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പു, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പൊ ഒരു അളവിന് നോക്കിട്ട് നിങ്ങൾ അങ്ങ് ചെയ്യാ. 2 കിലോ സാധനത്തിനുള്ളത് 2 കിലോ മുഴഞ്ചിന്. എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സവാള എടുത്തേക്കുന്ന ഒരു 3 എണ്ണം, വെളുത്തുള്ളി എന്ന് വെച്ചിരുന്ന ഒരു ഫുള്ള്, ഒരു ഫുള്ള് ഒരു 10-20 അല്ലി വേണോ? എത്ര അല്ലി വേണ്ടി വരും? മീഡിയം. പിന്നെ ഒരു 5-6 വേണ്ട, ഒരു 3 എണ്ണമൊക്കെ മുളക്, പച്ചമുളക്. പിന്നെന്താ, പിന്നെ കറുവപ്പട്ടയൊക്കെ കുറച്ച് അല്ലേ? കറുവപ്പട്ട, പെരുംജീരകം, ഏലക്ക, ഇഞ്ചിയൊക്കെ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ എന്നാ, ഗ്രാമ്പു. ഇതെല്ലാം കൂടെ നന്നായിട്ട് വരട്ടിയിടും. പിന്നെ ഇടുന്നത് ഉപ്പിടാൻ പോവാട്ടോ. ഓക്കെ. എല്ലാവരും ഉണ്ടല്ലോ സബോള തന്നെ വറുത്തും ഇതെല്ലാം കൂടെ ഇട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും. ശരി, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ ഇട്ട് വരട്ടുന്ന കാണുന്നേട്ടോ. ആദ്യം സവാള ഇട്ട് വരട്ടി അത് കഴിഞ്ഞ് തക്കാളി ഇടും, ഞാൻ അങ്ങനെ. അപ്പൊ എല്ലാം കൂടെ ഒന്ന് മൂക്കുമ്പോൾ നമ്മള് കരിയാപ്പല്, മല്ലിയിലയും ചേർക്കും. മല്ലിയിലയും കരിയാപ്പല്, കറിവേപ്പിലയും മല്ലിയിലയും കൊണ്ടുവന്നിട്ടുണ്ട്. അതായിട്ട് അവസാനം ഇടും. എന്നിട്ട് നമ്മള് മുളക് പൊടി, ഇറച്ചി മസാല, പൊടികളെല്ലാം ചേർത്ത് ലാസ്റ്റ് അതിൻ്റെ അകത്തിട്ട് നമ്മൾ ഇറച്ചിയിട്ട് ഇളക്കി കുക്കറിൽ വെച്ചിട്ട് അടിക്കും. നല്ലപോലെ ആവട്ടെ കേട്ടോ. അതൊക്കെ ചേട്ടായുടെ സ്പെഷ്യലാണ്. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ അല്ല, ചേട്ടായുടെ അസിസ്റ്റന്റ്. നമ്മളിത് വരണ്ട് വരുന്നുണ്ട് കേട്ടോ. വേറെ എന്നെ തുള്ളിക്കകത്തെടുക്കാറുണ്ടല്ലോ. സാരമില്ല, അതിപ്പോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കമന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ ഇതിന് പറ്റിയ ഒരു ചട്ടി വേറെ ഇല്ലാത്തതുകൊണ്ടാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലുണ്ടാക്കുന്നത്. അപ്പൊ
അപ്പൊ എല്ലാരും കുടുംബക്കാരൊക്കെ ചേരുമ്പോഴല്ലേ അതിന്റെ ഒരു രസമല്ലേ? എല്ലാരും കൂടെ കൂടി അതെ ഞങ്ങൾ വർഷം കൂടി വരുന്നു. അതെ ചേട്ടാ ഒത്തിരി വർഷമായി തോന്നുന്നു. കൊറേ വർഷങ്ങളായി വന്നിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാവാറില്ല. അതെ ചേട്ടായിക്ക് എപ്പോഴും ജോലിക്ക് വേണം. ഇപ്പൊ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പൊ എന്തായാലും ചേട്ടായി ഞങ്ങളുടെ അളിയനാണ്. അളിയൻ അളിയൻ നമ്മളെ അളിയാന്നാണോ വിളിക്കേണ്ടത്? നമ്മൾ അളിയാൻ, ഞങ്ങള് ചേട്ടായിന്ന് വിളിക്കണം, അളിയാന്നൊന്നും വിളിക്കാറില്ല. അളിയാ വിളിക്കുമ്പോ ആണുങ്ങളല്ലേ വിളിക്കണ്ടേ? നമുക്കും വിളിക്കാം അളിയ. അറിയോ അപ്പൊ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് ചേട്ടായിന്ന് അന്നൊന്നും വിളിക്കുന്നത്. ഇവരുടെ കല്യാണത്തിനൊക്കെ ഞങ്ങള്, വാവയ്ക്ക് എത്ര വയസ്സുണ്ട് വാവേ പറഞ്ഞേ? എനിക്ക് കുറച്ച്, എനിക്ക് 18 വയസ്സൊന്നും ഇല്ല. 18 വർഷം കുറയ്ക്കാം. അപ്പൊ എനിക്ക് ഒരു 7-8 വയസ്സായി. അല്ല ഞങ്ങള് 10ാം ക്ലാസ്സിൽ 9 ചേച്ചിയുടെയൊക്കെ കല്യാണം കഴിയുമ്പോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ചേച്ചി മുല്ലപ്പൂ ഒക്കെ എത്ര ഏജുള്ള മുല്ലപ്പൂ ഒക്കെ ചൂടി പെണ്ണുങ്ങൾ എല്ലാവരും ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുന്നത്. 21-നാണോ? അപ്പൊ നമുക്കത് ആഘോഷിക്കാം കേട്ടോ. 21 അപ്പൊ ഇവിടെ ഉണ്ടാവൂലേ? അന്നേരം നമുക്ക് കേക്ക് മുറിക്കാം. അതെ 10 കിലോയുടെ കേക്കാ. അടിപൊളി. എത്ര വർഷമായി ഇപ്പൊ? 18? 18 വേണമെന്നുണ്ടായിരുന്നു, അത് 10 ആക്കി. ചേച്ചിക്ക് ഷുഗർ ഒന്നും ഇല്ലാത്തത്. ഷുഗർ ഇല്ലാത്തൊരു കുഴപ്പമില്ല, ഷുഗർ ആയിരുന്നു. ഇപ്പൊ അടിപൊളി. അതെ അപ്പൊ അന്ന് തന്നെ നടത്താലോ ഇതും കൂടി ഒരുമിച്ച്. അപ്പൊ അടിപൊളിയായിട്ട് ഈ മാസം തന്നെ നടത്തണേ. അതെ, വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കല്ലേ കൂട്ടാൻ പറ്റൂല. ഞങ്ങള് പോയാ പിന്നെ വന്നത് ഒരു കണക്കായിരുന്നു. മഴയെ പിടിച്ചു, കൊച്ചിനെ സ്കൂളും തുറക്കും. ഭയങ്കര സന്തോഷമായി. അയ്യോ അതെന്താണ്ടൊക്കെ പറിച്ച് ഇട്ടോ. ഞാനിവിടെ നോക്കിയാണ്. എന്താണ്ടെന്ന് പറഞ്ഞ് ചേട്ടാ നല്ല കറിവേപ്പിലയും മല്ലിയിലയും. ഇപ്പൊ ഇതിനകത്ത് നിലവിലിട്ടിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി, മല്ലിയില, കറിവേപ്പില, പിന്നെ ഉണ്ട് സാധനം കട്ട, പിന്നെ പറഞ്ഞ ചേട്ടായി പെരിഞ്ചീരകം, വേറെ ഏലക്ക, കാശ്മീരി ചില്ലി. ഇതേ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നട്ടോ ഇന്ന് ഇവിടെ. ഈ കാശ്മീരി ചില്ലിയുടെ കവർ തന്നെയാണ് ഇത്? അല്ല, അത് ഞങ്ങൾ കവർ ഇട്ടോണ്ട് അറിയാം. 50 രൂപ വന്നിട്ടുണ്ട്. 1/4 കിലോ കാശ്മീരി ചില്ലിക്ക് 50 രൂപയാണ് മേടിക്കാറെന്ന്. അല്ലല്ല, അത് മിച്ചർ മേടിച്ച കവറാ. ഒറിജിനലാണോ? എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇടണം. ആവശ്യത്തിനിട്ടു. സ്പൂൺ വേണ്ടേ? സ്പൂൺ ഇട്ട് അവിടെ പാട്ടായി. അതെ എടുക്കട്ടെ ഏട്ടായി. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി. അഞ്ചോ? 5 ഒരു സ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട് ഏട്ടായി. അപ്പൊ 6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ. എല്ലാം പൊട്ടിക്കാനുള്ള മല്ലിപ്പൊടി കൊഴുപ്പ് കൂടും, അതുകൊണ്ട് ഒത്തിരി വേണ്ട. 3 സ്പൂൺ. പിന്നെ ആവശ്യമാണ് ചേർത്താൽ മതി. ഇനി മഞ്ഞപ്പൊടി. മഞ്ഞ കളർ ഉണ്ടാ? അല്ല, ഒരു ഇച്ചിരി പൊക്കോ. ഇതാണോ? അല്ല, അതായിരിക്കും. അത് തന്നെ. മഞ്ഞപ്പൊടി 1 സ്പൂൺ മഞ്ഞപ്പൊടി.
ഓക്കെ ഓക്കെ സെറ്റ്. ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ചൂടാക്കാം. ഇതിനകത്ത് ഇടാൻ പോലെ. ഓക്കെ, എല്ലാം കൂടി ഇതിനകത്ത് കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. സാധാ മുളക് പൊടി കൂടി ചേർക്കണേ, എരിവിന്. വീഡിയോയുടെ പുറകിൽ കുറേ സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. ഞങ്ങളുടെ സൗണ്ടുകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. എന്താ ഇതല്ലേ? ആ കണ്ട, പൊന്നുവിനെ വിളിക്കുന്ന സൗണ്ട്, ചിരിക്കുന്ന സൗണ്ട്. ആദ്യം കാശ്മീരി ചില്ലി കേട്ടോ 4 സ്പൂൺ ഇട്ടത്. അതിന് ശേഷം 1 സ്പൂണ് മറ്റേ എരിവുള്ള സാധാ മുളക് പൊടി ഇട്ടു. എന്നിട്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്യും. ആയി. ഇനിയിപ്പോ നമ്മള് കുക്കറിലേക്ക് ഉള്ള പരിപാടി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇറച്ചിയിടും കേട്ടോ. ഇതിലേക്ക് ഇറച്ചി ഇങ്ങനെ വേരി ഇടുന്നു. ഇതിലേക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇളക്കാൻ വേണ്ടിയാണേ. ഇളക്കി എടുക്കാൻ വേണ്ടി കുക്കറിലിട്ട് നമുക്ക് ഇളക്കാൻ പറ്റിയായിരുന്നു. ലേശം വെള്ളം ചേർത്തടി. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. മതിയോ? ഇന്നത്ര 2 മതി. നല്ലപോലെ മിക്സ് ആയിക്കൊണ്ടിരിക്കണം. ഇനി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഓവർ വെള്ളമായി പോകും കുക്കറിൽ നിന്ന് അടിക്കുമ്പോൾ. അടിപൊളി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും. നമുക്ക് നെറ്റില്ല. മണമുണ്ട് കേട്ടോ. ഇത് എല്ലും കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ ബിരിയാണിയല്ലേ മെയിനായിട്ട്. ഇത് കപ്പ ബിരിയാണി കേട്ടോ. കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം, എല്ലും കപ്പ എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ അസിസ്റ്റന്റ് ഒന്ന് വേഗം വാ, ഇവിടെ പണിയുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ടത് തന്നെ കഴിക്കാത്തത്. അടിപൊളി. പഠിച്ചോട്ടാ. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മള് നമ്മുടെ പഴയ കപ്പ ബിരിയാണി അങ്ങ് മാറ്റും. എല്ലും കപ്പ അത് നമ്മള് അതെ ടേസ്റ്റ് ഇളക്കിയോ. ചൂടൊന്നും ലിതിമോക്ക് പ്രശ്നമല്ല. തീ കുരുത്തവളാ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആക്കട്ടെ. എപ്പ എന്നാ വിളിച്ചു നോക്കി, എന്നാന്ന് നോക്കി. അതെ ഇത് പോവാൻ ചാൻസ് ഉണ്ട് മോളെ. ഞാൻ തോണ്ടി വിടാം. വിളിച്ചു നോക്ക്. വെള്ളം ഒഴിക്കണ്ടേ ഇതിനകത്ത്? അടിപൊളി കേട്ടോ. അടക്കണ്ടേ? അപ്പൊ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടക്കേണ്ട പരിപാടി കേട്ടോ. അടിപൊളി. പൊന്നുകുട്ടി നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ട് പാട്ട് പാടാൻ പോകട്ടോ. കൊച്ചു
കാലോ വേറെ കാൾ വേറെ പാട്ട് പാടാം. അമ്മയ്ക്കും പ്രശ്നമാണോ? ചിങ്കിരി മുത്തല്ലേ എന്റെ ചക്കര ചിത്തിര കുഞ്ഞല്ലേ. ആ വെച്ചിട്ടുണ്ട്. ഇനിയൊന്നും നമുക്ക് ഇളക്കിയിടാം, കാരണം ഞാനിത് കണ്ടില്ല. നമ്മുടെ ഇറച്ചി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇളക്കിയിട്ട് നോക്കാം കേട്ടോ. കപ്പ വേകൂലേ? അല്ല തുറന്നുണ്ട്. അടിപൊളിയായിട്ട് ബീഫ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കപ്പ വെന്താ വീണം. ഇതേ ആദ്യേ ഫോണിന്റെ സൗണ്ട് കുറച്ച് മോനെ. എന്തോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെച്ചിട്ടുണ്ട് ബീഫ് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ കറിയായി കഴിഞ്ഞ്. അപ്പം അമ്മതേ ഇതിൻ്റെ അകത്തേക്ക് കപ്പ വാരിയിടും കേട്ടോ. വെള്ളം കുറച്ച് വരിക കപ്പയ്ക്ക്. ഞാൻ കോരണമ്മ മാറ് ചേട്ടായി കപ്പ ഉടയ്ക്കും കേട്ടോ. ഞാനപ്പോൾ കോരിയിട്ടുണ്ടിരിക്കും. അപ്പോൾ 2-3 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക്. ഇതിമോളെ കൊച്ചിന് കൊടുത്തോ? അന്ന് അമ്മ ആരിലും നിന്ന് ഉപ്പ് നോക്കി. എനിക്ക് ബീഫ് കൂടുതലാണ്ട് ഉപ്പ് കപ്പയ്ക്ക് 2 നോക്ക്. സെറ്റായോ? കപ്പയ്ക്ക് പിച്ചിലോടെ ഇട്ട ഉപ്പുണ്ട്. അത് ഇനി ഇടണ്ട, ഞാൻ ഇട്ടു ഉപ്പ് ഇച്ചിരി. ശരി. ഓക്കെ. പോരെ. പിന്നെ നമ്മൾ ഈ കപ്പയിലേക്ക് ഇടാൻ പോവാട്ടോ. കപ്പയിലേക്ക് ഇറച്ചിതേ ഇടാൻ തട്ടാൻ പോണേ. ഇങ്ങോട്ട് യെസ്. യോ തെറിക്കല്ലേ. അടിപൊളിയായിട്ട് എൻ്റെ അകത്തുണ്ട്. ഗുഡിന്റെ ഇട്ടെ കാശ്മീരി കളർ വേണം. എങ്ങനെ എടുക്കും? ചുമ്മാ കോരിയിട്. എത്തിയിട്ടുണ്ട് ഇളക്കാൻ വേണ്ടിട്ട്. ഇളക്കിക്കോ. അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി വിടണം. ഇതങ്ങിട്. ഇല എടുക്കാം. അപ്പൊ ചേട്ടായി പ്ലാൻ ചെയ്യട്ടെ. ചേട്ടായി നമുക്ക് അപ്പൊ നമ്മളിതേ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ കേട്ടോ. മല്ലിയില തീർന്നോ? ഓക്കെ, അടിപൊളി. നല്ല കളറും സൂപ്പറും. കഴിച്ചില്ല ഞാൻ, എന്തായാലും കഴിച്ചില്ല. അപ്പൊ ഞങ്ങൾ വേഗം പോയി ഇല എടുക്കാൻ പോവുകയാണ്. ബാ പോ. അപ്പൊ എന്റെ ഈ വീഡിയോക്കകത്ത് ഭയങ്കര നോയ്സ് ഒക്കെ പുറമെ ഉണ്ടാകും. ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആട്ടോ. അപ്പൊ ഒരു വീടാകുമ്പോ ഒരു നോർമൽ വ്ലോഗ് ആകുമ്പോ എന്തായാലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഇതേ വാഴയെന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അയ്യോ അതെ എടുത്തോ. ഇപ്പൊ എടുത്തെടുത്തെടുത്ത് വാഴയിലൊന്നും വിലയില്ല. കണ്ട കൊലക്കാനുള്ള വാഴ കേട്ടല്ലോ ഇതുപോലെ. 8 വേണ്ടേ? 7 അല്ല 8. ചില വലുത് വെച്ചെടുക്കുവാണെങ്കിൽ അത് അല്ലെങ്കിൽ വാഴയിലെടുക്കണം. ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനകത്ത് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. എടുത്തെടുത്തത് ഈ സൈഡിലൊന്നും ഇലയില്ല കേട്ടോ. അടിഭാഗത്ത് എല്ലാം എടുത്തു.
നമ്മൾ ഇലയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാവരും കൂടെ വരിവരിയായിട്ട് എങ്ങോട്ടാ പോണെന്ന് വെച്ചാ, എവിടെയാ പൊന്നെ? എന്താ ഉണ്ടാക്കിയത് പപ്പ? എന്നതാ ഉണ്ടാക്കിയേ? ഏഷ്യാഡ് ഉണ്ടാക്കിയോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതെ, സൂപ്പർ മണോ, രക്ഷയില്ലാത്ത കേട്ടോ. നമ്മളുണ്ടാക്കുന്ന എല്ലും കപ്പയല്ല, ഇതാണ് കപ്പ ബിരിയാണി. അമ്പോ, ഏഷ്യാഡ്. അതെ അതെ, ഒരു ഫാഷന് വേണ്ടിയിട്ട് നമുക്ക് വിതറാം. വിളമ്പൊക്കെ കഴിഞ്ഞ കേട്ടോ. അതെ, ദേ പൊന്നു എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അതിഥിയോട് ചോദിക്കട്ടെ. അതി പറ, എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാണോ? അടിപൊളി കേട്ടത്. ഞാനും കഴിച്ചു നോക്കട്ടെ, അമ്മയും കഴിക്കും കേട്ടോ. ഞങ്ങളും കഴിച്ചു നോക്കട്ടെ. ചേച്ചി അപ്പുറം കൊച്ചിൻ്റെ അടുത്തിരുന്ന് കഴിക്കാട്ടോ. അതെന്നാ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീട് ഇത് ഇത്ര ഉള്ളു. ചേട്ടാടി സ്പെഷ്യൽ കഴിച്ച അടിപൊളി. ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ പോവാണ്. കഴിച്ചത് ഇവരെല്ലാം കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട് ഇത് ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ 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 ബൈ. ആ പൊന്നെ.